മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ റെക്ടാങ്കുലർ ലാമിന. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ദെൻ തിൻ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇത് മൂന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ റെക്ടാങ്കുലർ ലാമിന. നോക്കൂ, സെഡ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് നേരെ ഔട്ട്വേർഡാണ്. അപ്പം നമ്മുടെ ലാമിന എവിടെയാണ് ഇരിക്കുന്നത്? ലാമിന ഈസ് ഇൻ എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ആ എക്സ് വൈ പ്ലെയിനിലിരിക്കുന്ന ലാമിനയുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് സെഡ് ആക്സിസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെഡ് ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദ ഫൈനൽ റിസൾട്ട് മെഡിക്കൽ സ്റ്റുഡൻസ് ജസ്റ്റ് ഇതങ്ങ് ബൈഹാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഐ സെഡ് ഈസ് ഈക്വൽ ടു m/12 into a square plus b square, where a is the length, b is the breadth. Okay, m/12 into a square plus b square. ചെയ്യുന്ന പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളിത് ബൈഹാർട്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം ഈ റിസൾട്ടേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളോട് ചോദിക്കാറില്ല. പിന്നെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ആ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവണം. ഓർമ്മിക്കുക എളുപ്പം. നിങ്ങൾ റോഡുമായിട്ട് കമ്പയർ ചെയ്യുക. തിന്നായിട്ടുള്ള കുറേ റോഡുകളെ ചേർത്ത് വെച്ചിട്ടാണല്ലോ നമുക്ക് ആരെ കിട്ടുന്നത്? ഒരു റെക്ടാങ്കുലർ ലാമിന കിട്ടുന്നത്. റോഡിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ml²/12. ഇത് നോക്കൂ നിങ്ങൾ, m/12 ഇൻറ്റു ലെങ്ത് സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയർ. അത്രയേ ഉള്ളൂ. രണ്ട് സൈഡിലോട്ടും പോകുന്നുണ്ട്. ലെങ്ത്തും കൗണ്ട് ചെയ്യണം, ബ്രെഡ്ത്തും കൗണ്ട് ചെയ്യണം. തിൻ റോഡാകുമ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് കൗണ്ട് ചെയ്യാറില്ല, ലെങ്ത്ത് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ മെമ്മറിയിൽ വെക്കാൻ നമുക്ക് അങ്ങനെ ഓർമ്മിക്കാം. റോഡിൻ്റെ ml²/12, ഇവിടെ m/12 ഇൻറ്റു a² പ്ലസ് b². ഇനി നോക്കാം. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യും. അതായത് ആദ്യം നമ്മൾ ഇതാ ഈ എക്സ് ആക്സിസ് ഉണ്ടല്ലോ, ഇതാണ് ആക്സിസ് എന്ന് വിചാരിച്ചോളൂ. എക്സ് ആക്സിസ്, ഈ ആക്സിസിൽ റിവോൾവ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ലാമിന എക്സ് വൈ പ്ലെയിനിലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെഡ് ആക്സിസിനെ ബേസ് ചെയ്തുള്ളതാണ്. അതിന് ആദ്യം നമ്മൾ എക്സ് ആക്സിസിൽ റിവോൾവ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കും. അതായത് ഇങ്ങനെ കറങ്ങുന്നു വിചാരിച്ചോളൂ. ദെൻ അതിനുശേഷം ഇതാ നോക്കി, ഇത് വൈ ആക്സിസ്. ഈ വൈ ആക്സിസിൽ റിവോൾവ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കും. ഈ രണ്ട് ആക്സിസും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്. അതിലൂടെ പാസ് ചെയ്യുന്ന സെഡ് ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നു IZ ഈസ് ഈക്വൽ ടു IX പ്ലസ് IY. നമുക്കറിയാം എക്സും വൈയും സെഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പം നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാലോ. ഇനി നമുക്കതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലോട്ട് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് എക്സ് ആക്സിസ് ഇതാ കണ്ടോ, അതിനെ ബേസ് ചെയ്ത് ഇത് ഇങ്ങനെ കറങ്ങുന്നു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ആക്സിസിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്യുന്നു. അപ്പം നമ്മൾ ചെയ്ത പ്രൊസീജിയർ നോക്കൂ നിങ്ങൾ. ഇതാണല്ലോ ലാമിന. അതിൻ്റെ ലെങ്ത് A ആണ്, ബ്രെഡ്ത്ത് B ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു എലമെൻ്റ് എടുത്തു. ഇതാ എലമെൻ്റ്. ഓക്കെ, ആ എലമെൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദിസ് ആക്സിസ് y. നമുക്കറിയാം അത് എക്സ് വൈ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ലെങ്ത് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് y. ഇതാ ഈ എലമെൻറ്റിൻ്റെ, സ്മോൾ എലമെൻറ്റിൻ്റെ ഈ ലെങ്ത് dy എന്ന് എടുത്തു, dy. ഓക്കെ, ദെൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ എലമെൻറ്റ് അബൌട്ട് എക്സ് ആക്സിസ്. ആദ്യം നമ്മൾ ഈ എലമെൻറ്റിൻ്റെ മാത്രം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് കാണുന്നത്. അബൌട്ട് ഏത് ആക്സിസ്? എക്സ് ആക്സിസ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ y ആണ്. അപ്പോൾ ആ എലമെൻറ്റിൻ്റെ മാസ് dm ഇൻറ്റു ഈ എക്സ് ആക്സിസിൽ നിന്നും അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് y. ഇപ്പോൾ dm ഇൻറ്റു y² ആണ് ആ എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ dixനെ നമ്മൾ എന്താക്കി മാറ്റി? dix ബിക്കംസ് ix ആക്കി മാറ്റി. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? 0 to a/2. എന്തുകൊണ്ടാണ് 0 to a/2? ഇതാ ഈ വൈയുടെ വാല്യൂ 0 മുതൽ ഏതുവരെ പോവാം? ഇതുവരെ പോവാം. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് ഇതുവരെ a/2 അല്ലേ?
അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും പോകണം അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ പാർട്ടിൻ്റെ കാണുന്നു, ദെൻ മൊത്തം കിട്ടാൻ ഇൻറ്റു 2 കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു 2 കാണാം നിങ്ങൾക്ക് ഇവിടെ. എന്തിനാണ് 2? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ലിമിറ്റ് 0 to a/2 ആണ്. അതുകൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് സിമ്മട്രിക് ആണ്. ഒരു സൈഡിലോട്ടുള്ളത് കിട്ടിയാൽ അത് തന്നെയാണ് അപ്പുറത്തെ സൈഡിലോട്ടും. നെറ്റ് കിട്ടാൻ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് 2 ടൈംസ്. എന്തുകൊണ്ടാണ് ലിമിറ്റ് 0 to a/2? നോക്കൂ, ഈ പോയിന്റിൽ നിന്നും ടോട്ടൽ ലെങ്ത് ആണല്ലോ എ. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 തൊട്ട് ഇതുവരെയല്ലേ പോകാൻ പറ്റൂ. അതാണ് a/2 കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രൽ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to a/2 dm into y². ഇനി ഡി എം എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ആകെയുള്ള മാസ് നമുക്കറിയാം എം ആണ്. ഓക്കെ, ആകെയുള്ള ലെങ്ത് എ ആണ്. ഇതാ ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് എ ആണ്. അതിൽ ഒരു എലമെൻറ്റ് മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇൻറ്റു ഡി വൈ, മാസ് പെർ ദ ടോട്ടൽ ലെങ്ത് ഇൻറ്റു നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ലെങ്ത് ഡി വൈ. അപ്പോൾ ഡി എം എന്ത് ചെയ്തു? ഡി എം റീപ്ലേസ് ചെയ്തു. ഡി എം എങ്ങനെ റീപ്ലേസ് ചെയ്തു? m/a ഇൻറ്റു ഡി വൈ. ദെൻ പുറത്ത് y² ഉണ്ട്, ഇൻറ്റു y². ഇനി നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ടേം അതിൽ y² വരുന്നുണ്ട് അല്ലേ. y² dy ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ y² dy എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം y³ 3 എന്ന് വരും. ശരിയല്ലേ? അതാ y³ 3. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 0 തൊട്ട് a/2 വരെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 0 തൊട്ട് a/2 വരെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ma²/12. അപ്പോൾ ix is equal to ma²/12. ക്ലിയർ ആയോ? അതായത് ഈ ആക്സിസിനെ ബേസ് ചെയ്താണ് റിവോൾവ് ചെയ്തിരുന്നതെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ എന്തായിരിക്കും? ma²/6 ma²/6 അല്ല, ma²/12 ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മൾ y ആക്സിസ് ചൂസ് ചെയ്യുന്നു. y ആക്സിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എലമെൻറ്റ് ചൂസ് ചെയ്യണം? y ആക്സിസിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇങ്ങനെയാണ് ആക്സിസ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ എടുക്കുമ്പോൾ നമ്മളിതാ എലമെൻറ്റ് ഇങ്ങനെ ചൂസ് ചെയ്യണം. ഓക്കെ, ആ എലമെൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ വൈക്ക് പകരം എന്തെടുക്കണം? എക്സ് എന്ന്. ഓക്കെ, ദെൻ ഡി വൈ ഈസ് ഈക്വൽ ടു ആ എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡി വൈ ഈസ് ഈക്വൽ ടു ഡി എം ഇൻറ്റു x² എന്ന് എടുക്കണം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ അതേ പ്രൊസീജിയർ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ix കിട്ടിയത് ma²/12 ആണെങ്കിൽ iy-യുടെ വാല്യൂ ഓർമ്മിച്ച് വെച്ചോളൂ. iy ഈസ് ഈക്വൽ ടു mb²/12. ക്ലിയർ അല്ലേ? ഇനിയാണ് നമുക്ക് ഏത് വേണ്ടത്? സെഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേണ്ടത്. സെഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ലാമിന നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് ലാമിനയുടെ ബൗണ്ടറി, ഇതാണ് ആക്സിസ്. എന്നിട്ട് അതിനെ ബേസ് ചെയ്താണ് കറങ്ങുന്നത്. അങ്ങനെ കറങ്ങുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ സെഡ് ആക്സിസ് ഇങ്ങനെ പോകുന്നു. ഇതാണ് എക്സ് എന്നും ഇതാണ് വൈ എന്നും വിചാരിച്ചാൽ അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിലൂടെ സെഡ് ആക്സിസ് കടന്നു പോകുന്നു. എക്സും വൈയും സെഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ നമ്മൾ ഫൈനലി ചെയ്ത പ്രൊസീജിയർ നോക്കൂ. IZ ഈസ് ഈക്വൽ ടു, അതായത് ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു IX + IY. IX നമ്മൾ കണ്ടിട്ടുണ്ട് ma²/12. അതുപോലെ തന്നെ IY നമ്മൾ കണ്ടിട്ടുണ്ട് mb²/12. അങ്ങനെയാണെങ്കിൽ IZ ഈസ് ഈക്വൽ ടു IX + IY, ദാറ്റ് ഈസ് m/12 ഇൻറ്റു a² + b². ഓർമ്മിച്ച് വെച്ചോളൂ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ റെക്ടാങ്കുലർ ലാമിന. ക്ലിയർ അല്ലേ? സ്ക്വയർ ലാമിനയാണെങ്കിലോ എബൌട്ട് സെഡ് ആക്സിസ്. ഇപ്പോൾ സ്ക്വയർ ലാമിന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു എ എന്ന് വരും അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആവില്ലേ സ്ക്വയർ ലാമിനയ്ക്ക്? അങ്ങനെയാണെങ്കിൽ IZ ഈസ് ഈക്വൽ ടു കമോൺ m/12 ഇൻറ്റു a² + a², 2a² വരും. അതിൽ 2 കട്ടായി പോവും. അങ്ങനെയാണെങ്കിൽ ma²/6 എന്ന് വരും. അതാരാണെങ്കിലാണ് അങ്ങനെ വരുന്നത്? സ്ക്വയർ ലാമിനയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് റെക്ടാങ്കുലർ ലാമിന. മെമ്മറിയിൽ വെക്കുമല്ലോ അല്ലേ? റെക്ടാങ്കുലർ ലാമിന IZ ഈസ് ഈക്വൽ ടു m/12 ഇൻറ്റു a² + b², വേർ a ഈസ് ദ ലെങ്ത്, b ഈസ് ദ ബ്രെഡ്ത്ത്. അതുപോലെ തന്നെ സ്ക്വയർ ലാമിന a ഈസ് ഈക്വൽ ടു b, ദെൻ ma²/6. ഓക്കെ, ഓർമ്മിക്കാൻ റോഡിനെ ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരിക. റോഡ് അതിൻ്റെ ആക്സിസ്
നമ്മൾ പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ആണെങ്കിൽ ml²/12 ഉണ്ടല്ലോ, അതുപോലെ കേട്ടോ. റിംഗ്, ഡിസ്ക്, ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാം റിസൾട്ട് അല്ലേ. റിങ്ങിൻ്റെ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ mr², ഡിസ്കിൻ്റെ mr²/2, ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇവിടെ നമ്മൾ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അനുലാർ റിംഗ് ആണ്, അനുലാർ റിംഗ്. ഈ റിസൾട്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്നാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഡെറിവേഷൻ പാർട്ട് പറഞ്ഞു തരാം. നോക്കൂ, നമുക്ക് ഡിസ്കിന് ചെയ്ത അതേ പ്രൊസീജിയറാണ് ഇവിടെ. ഓക്കെ, ഇതാ ഇന്നർ റേഡിയസ് R1, അനുലാർ റിങ്ങിൻ്റെ ഇന്നർ റേഡിയസ് R1, അതുപോലെ ഔട്ടർ റേഡിയസ് R2, ഔട്ടർ റേഡിയസ് R2. ഓക്കെ, ഇന്നർ റേഡിയസ് R1, ഔട്ടർ റേഡിയസ് R2. ഓക്കെ, ഓർമ്മിച്ച് വെച്ചോളൂ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ I ഈക്വൽ ടു m ഇൻറ്റു R2² പ്ലസ് R1² / 2, R2² plus R1² / 2, where R1 is the inner radius of annular ring, R2 is the outer radius. ഓക്കെ, ചെയ്യാനുള്ള പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതാ R ഡിസ്റ്റൻസ് അകലെ, ഇതാ R ഡിസ്റ്റൻസ് അകലെ ഒരു എലമെൻ്റ് എടുത്തു. ഈ വൈറ്റ് സ്ട്രിപ്പ് കണ്ടോ നിങ്ങൾ, വൈറ്റ് സ്ട്രിപ്പ്, ഇത് ആ വൈറ്റ് സ്ട്രിപ്പിൻ്റെ തിക്നെസ് dr ആണ്, അവിടേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ മാത്രം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും, di ഈസ് ഈക്വൽ ടു dm ഇൻറ്റു r². dm ആരാണ്, ദാ ഇയാളുടെ മാസാണ് dm, അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ r. അപ്പോൾ ആ എലമെൻറ്റിൻ്റെ മാത്രം മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് നമ്മൾ ഡിസ്കിൽ ചെയ്ത് അതുപോലെ തന്നെ dm ഇൻറ്റു r². ഇതിൽ dm കാണുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ നമ്മൾ I കിട്ടാൻ എന്താ ചെയ്യുന്നത്, ഇൻ്റഗ്രൽ dm ഇൻറ്റു r² എടുക്കും ആണല്ലോ. ലിമിറ്റ് 0 to r ആണോ, 0 to r ആണോ വരേണ്ടത്? അല്ല, കാരണം മാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, R1 എത്തുന്നത് വരെ മാസ് ഇല്ലല്ലോ. ഡിസ്ക് ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to R ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, കാരണം 0 തൊട്ടേ മാസ് ഉണ്ട്. ഇവിടെ 0 തൊട്ട് R1 വരെ മാസ് ഇല്ല, കാരണം അവിടെ വാക്വമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് നിങ്ങൾ എവിടെ നിന്നേ തുടങ്ങേണ്ട കാര്യമുള്ളൂ, R1 തൊട്ടാണ് മാസ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ R1ൽ നിന്ന് തുടങ്ങിയാൽ മതി. ഏതുവരെ പോകുന്നുണ്ട്, ഔട്ടർ റേഡിയസ് വരെ R2. അതുകൊണ്ടാണ് ലിമിറ്റ് ഇവിടെ നോക്കൂ, R1 തൊട്ട് R2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം, കമോൺ, R1 തൊട്ടേ മാസ് സ്റ്റാർട്ട് ആവുന്നുള്ളൂ. മാസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നത് R1 തൊട്ട് R2 വരെയാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. ഇനി dm എങ്ങനെ കാണും, dm അതാണ് ഇമ്പോർട്ടൻ്റ്. dm ആകെയുള്ള മാസ് m, ആകെയുള്ള ഏരിയയോ ഇതാ ഇത്രയും ഭാഗം ബ്ലാങ്ക് ആയി പോയതല്ലേ. ബാക്കിയുള്ളതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു R2² മൈനസ് പൈ ഇൻറ്റു R1². ഇപ്പോൾ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ഏരിയയായി, മാസ് പെർ യൂണിറ്റ് ഏരിയ. നമുക്ക് ആവശ്യമുള്ളത് ഇതപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്നു, R ഡിസ്റ്റൻസ് അകലെയുള്ള ഈ സ്ട്രിപ്പിൻ്റെ അല്ലേ നമുക്ക് ആവശ്യമുള്ളത്. ആ സ്ട്രിപ്പിൻ്റെ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ എന്താ, അതിൻ്റെ റേഡിയസ് R ആണ്. ഈ സ്ട്രിപ്പ് നിങ്ങൾ അവിടെ നിന്ന് ഊരി എടുത്തു എന്ന് വിചാരിച്ചോളൂ, എന്നിട്ട് അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് നിർത്തി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്, പെരിമീറ്റർ ആയിട്ടുള്ള 2πr ലെങ്ത് വരെ. അതിൻ്റെ ആ തിക്നെസ് കണ്ടോ, dr എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ഏരിയ എത്ര വരും, 2πr dr. ഇത് ഡിസ്ക് പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇൻറ്റു 2πr dr. ക്ലിയർ ആയോ? ഈ സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ദ ഏരിയ യു വാണ്ട്. ഏരിയ ഹിയർ വി വാണ്ട് ഈസ് 2πr dr. ഓക്കെ, ഇത് കണ്ടോ. അപ്പോൾ മാസ് ബൈ പൈ ഇൻറ്റു R2² മൈനസ് R1² ഇൻറ്റു 2πr dr, പിന്നെ ഇൻറ്റു R². ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ m നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇതാ ഈ 2 ഇങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ 2m/R2² മൈനസ് R1² ഇൻറ്റു നമുക്കറിയാം പൈ കട്ടായി പോയി. ബാക്കി R² ഇൻറ്റു R ഉണ്ട്, ഇതാ ഒരു R ഉണ്ട്, ഒരു R² ഉണ്ട്. R² ഇൻറ്റു R എന്ന് പറയുമ്പോൾ
ആർ ക്യൂബ്. ഇനി ആർ ക്യൂബ് ഡി ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആർ ക്യൂബ് ഡി ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുന്നത് എല്ലാവർക്കും അറിയാം. ഇൻ്റഗ്രൽ ആർ ക്യൂബ് ഡി ആർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ റൈസ് ടു 4/4. അതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു r⁴/4. ലോവർ ലിമിറ്റ് r1, അപ്പർ ലിമിറ്റ് r2. എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ദെൻ വേറെ ഒന്നുമില്ല, m/2 ഇൻറ്റു r2² മൈനസ് r1² ഇൻറ്റു r2⁴ ഇൻറ്റു r1⁴. ലിമിറ്റ് അപ്ലൈ ചെയ്തു. ആ സ്റ്റെപ്പും ക്ലിയർ ആണ്. ദെൻ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇതാ r2⁴ r2⁴ മൈനസ് r1⁴ എന്ന് പറയുന്ന ഒരു റിലേഷൻ കിടക്കുന്നുണ്ട് അല്ലേ. അതിനെങ്ങനെ മാറ്റി? ഇത് a² മൈനസ് b² ഞാൻ a+b ഇൻറ്റു a-b ഫോമിലോട്ട് മാറ്റി. അപ്പോൾ r2⁴ മൈനസ് r1⁴ ഈസ് ഈക്വൽ ടു r2² പ്ലസ് r1² a+b ഇൻറ്റു a-b r2² മൈനസ് r1². അപ്പോൾ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ആര് ക്യാൻസലായി പോകുന്നു? r2² മൈനസ് r1² ക്യാൻസലായി പോകുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈനൽ റിസൾട്ട് എല്ലാവരും ഓർമ്മിച്ച് വെച്ചോളൂ. I ഈക്വൽ ടു m ഇൻറ്റു r2² പ്ലസ് r1²/2. ഓക്കെ, അപ്പോൾ അനുലാർ റിങ്ങിൻ്റെ റിസൾട്ട് എല്ലാവരും മെമ്മറിയിൽ വെച്ചോളൂ. ഓക്കെ, ഇതിൽ 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇത് ഓർമ്മിക്കാനുള്ള എളുപ്പ വഴി കേട്ടോ. ഈ r1 ഈക്വൽ ടു 0 ഇഫ് നിങ്ങൾ നോക്കൂ, r1 ഈക്വൽ ടു 0. ഓക്കെ, r1 ഈക്വൽ ടു 0, r2 ഈക്വൽ ടു r. അതാരാ? r1 ഈക്വൽ ടു 0, r2 ഈക്വൽ ടു r. പറയൂ. ഇന്നർ റേഡിയസ് 0, ഔട്ടർ റേഡിയസ് r. അപ്പോൾ എന്താ കിട്ടുന്നത് നമുക്ക്? I ഈക്വൽ ടു കമോൺ m ഇൻറ്റു r2². വരെ r അല്ലേ. അപ്പോൾ r² പ്ലസ് 0/2 ദാറ്റ് ഈസ് mr²/2. mr²/2 വരുന്നത് ആർക്കാ? r1 0 ആവുന്ന ആൾക്ക്. അതായത് മാസ് എവിടുന്നേ സ്റ്റാർട്ട് ആവണം? സെൻറ്ററിനെ സ്റ്റാർട്ട് ആവണം, അതായത് ഈ പോയിന്റിനെ സ്റ്റാർട്ട് ആവണം. അങ്ങനെയാണെങ്കിൽ അതല്ലേ ഡിസ്ക്. അപ്പോൾ ഡിസ്ക് ആണെങ്കിൽ ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് ഡിസ്കിലോട്ട് വരാം. mr²/2 ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്ക് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ക്ലിയർ ആയോ? ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ r1 ഈക്വൽ ടു r2 ഈക്വൽ ടു r ആണെങ്കിലോ, ഇന്നർ റേഡിയസ് ഈസ് ഈക്വൽ ടു ഔട്ടർ റേഡിയസ് ഈസ് ഈക്വൽ ടു r തന്നെ വരികയാണെങ്കിലോ, നമുക്കറിയാതെ ആരാ? റിംഗ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, I ഈസ് ഈക്വൽ ടു m ഇൻറ്റു r² പ്ലസ് r² 2r² ആയല്ലേ. ബൈ എന്തുണ്ട്? 2 ഉണ്ട്. 2 കട്ടായാൽ I ഈസ് ഈക്വൽ ടു mr² എന്ന് വരും. ആരാണെങ്കിൽ കമോൺ, ആരാണെങ്കിൽ? റിംഗ് ആണെങ്കിൽ. അപ്പോൾ ആനുലാർ റിങ്ങിൻ്റെ റിസൾട്ട് ഓർമ്മയുണ്ടെങ്കിൽ അതിൽ നമുക്ക് റിങ്ങിലോട്ടും വരാം, ഡിസ്കിലോട്ടും വരാം. ക്ലിയർ അല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിക്ക് റോഡ് ഓർ സിലിണ്ടർ. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. പക്ഷെ എന്നാലും ആ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബാച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ആ പ്രൊസീജിയർ പഠിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടല്ലോ. അതായത് ഒരു IIT അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നല്ലതാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഭാഗം ഒന്ന് സ്പീഡിൽ അങ്ങ് വിട്ടോളൂ. ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ട് ഞാൻ പറയുമ്പോൾ ആ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളുണ്ട്. എന്നിട്ട് റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്താൽ മതി. റിസൾട്ട് എങ്ങനെയാണ് ബൈ ഹാർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് സിലിണ്ടറാണ്. സിലിണ്ടറിനെ നിങ്ങൾ അതിൻ്റെ ലെങ്ത് വൈസ് അതിനെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു സിലിണ്ടറിനെ നിങ്ങൾ കട്ട് ചെയ്ത് പോയി നോക്കൂ, എന്താ കിട്ടുക? നിറയെ ഡിസ്കുകളല്ലേ കിട്ടുക. ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ mr²/2 അല്ലേ. ഇതാ ഇവിടെ റിസൾട്ട് mr²/2 ആ. ഇപ്പോൾ ഇതാണ് സിലിണ്ടർ എങ്കിൽ സിലിണ്ടർ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുന്നു, അതായത് ഇങ്ങനെ കറങ്ങുന്നു. അങ്ങനെ കറങ്ങുകയാണെങ്കിൽ അയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? mr²/2. ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നെയാണ് എന്ത് വരുന്നത്? ഇവിടെ mr²/2. അതേ റിസൾട്ട് തന്നെയാണ് വരുന്നത്.
ഇവിടെ എം എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ സിലിണ്ടർ. ഡിസ്കിൻ്റെ കേസിൽ mr²/2 എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ദ ഡിസ്ക്. ഡിസ്കുകളെ ചേർത്ത് വെച്ചല്ലേ നമ്മൾ സോളിഡ് സിലിണ്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോ ടെക്നിക്. അപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് അങ്ങനെ ഓർമ്മിച്ച് വെച്ചോളൂ. എഞ്ചിനീയറിംഗ് ബാച്ചർ ആ പ്രൊസീജിയർ ഒന്ന് പഠിച്ചോളൂ കേട്ടോ, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചോളൂ. നോക്കൂ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് സ്ഥിരം ചെയ്യുന്ന പ്രൊസീജിയർ തന്നെ. ഇതിൻ്റെ റേഡിയസ് 0 to ഏത് വരെ പോകുന്നുണ്ട്? R വരെ പോകുന്നുണ്ട്. 0 to R. ഇപ്പം നമ്മൾ ആദ്യം ഒരു എലമെൻറ്റ് ചൂസ് ചെയ്തു. ദാറ്റ് എലമെൻറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് R, സ്മോൾ r. ഈ എലമെൻറ്റ് കണ്ടോ, ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്ന ഈ എലമെൻറ്റ് കണ്ടോ നിങ്ങൾ? ഇത് ആ എലമെൻറ്റിൻ്റെ റേഡിയസ് എത്രയാണ്? സ്മോൾ r. അതിൻ്റെ തിക്നെസ് എത്രയാണ്? dr. അങ്ങനെയാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സിലിണ്ടർ എബൌട്ട് ജോമെട്രിക്കൽ ആക്സിസ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ചൂസ് എൻ എലമെൻറ്റ് ഓഫ് സിലിണ്ടർ ഇൻ ദ ഫോം ഓഫ് എ പൈപ്പ് ഓഫ് ലെങ്ത് L ആൻഡ് റേഡിയസ് സ്മോൾ r കേട്ടോ. അപ്പോൾ നമ്മളിത് കണ്ടോ, ഈ dr തിക്നെസ് ഉള്ള ഒരു എലമെൻറ്റ് പറഞ്ഞല്ലേ, അതൊരു സിലിണ്ടറാണ്. എങ്ങനത്തെ സിലിണ്ടറാണ്? പൈപ്പ് പോലെ. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗവും കളഞ്ഞു, പുറത്തുള്ള ഭാഗം കളഞ്ഞു. അപ്പോൾ ഇത് മാത്രം കേട്ടോ, ഇത് മാത്രം ഇതിനെ ബേസ് ചെയ്തുള്ള സിലിണ്ടർ. അതിൻ്റെ തിക്നെസ് എത്രയാണ്? dr ആണ്, റേഡിയസ് r ആണ്, ലെങ്ത് L ആണ്. അപ്പോൾ ആ എലമെൻറ്റിൻ്റെ മാത്രം മാസ് എത്രയാണ് വരിക? മാസ് പെർ യൂണിറ്റ് വോള്യം ഇൻറ്റു ദാറ്റ് റിക്വയർഡ് വോള്യം. പൈപ്പിൻ്റെ മാസ്, ആകെയുള്ള മാസ് m, ആകെയുള്ള വോള്യം πr²L, ശരിയല്ലേ? പൈ ഇൻറ്റു ക്യാപിറ്റൽ R², ഈ ഏരിയയായി, ഇൻറ്റു L ടോട്ടൽ വോള്യമായി. അത് ടോട്ടൽ വോള്യം, മാസ് പെർ ടോട്ടൽ വോള്യം, ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോള്യം ഇൻറ്റു എന്ത് വേണം നമുക്കിതാ ഈ പൈപ്പിൻ്റെ മാത്രം എന്ത് വേണം? വോള്യം വേണം. ആ വോള്യം എങ്ങനെയാണ് കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ, 2πr/dr, നമ്മൾ സ്ഥിരം ചെയ്യുന്ന പ്രൊസീജിയർ, ഇൻറ്റു L ലെങ്ത് വോള്യമായി. അപ്പോൾ നമ്മുടെ എല്ലും കൂടെ കട്ടാവും. അങ്ങനെയാണെങ്കിൽ dm ഈസ് ഈക്വൽ ടു ആ എലമെൻറ്റിൻ്റെ മാത്രം മാസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ബൈ πr² ഇൻറ്റു 2πr/dr. ഓക്കെ, ഇത് ആ എലമെൻറ്റിൻ്റെ മാത്രം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ ഏത് മുതൽ ഏത് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? സോളിഡ് സിലിണ്ടർ ആണല്ലോ. അപ്പോൾ മാസ് എവിടെയെന്നേ സ്റ്റാർട്ട് ആവുന്നുണ്ട്? ആ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് നമ്മൾ ഇവിടെയാണ് ആക്സസ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റ് തൊട്ടേ ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to R ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നോക്കൂ, 0 തൊട്ട് R വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദെൻ m/πr² ഇൻറ്റു 2πr/dr ഇൻറ്റു R². അപ്പോൾ നമുക്കവിടെ ആര് കട്ടാവും? പൈ കട്ടാവും. ദെൻ 2m/r² ഇൻറ്റു R³ വരുന്നു. R³/dr ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ എല്ലാവർക്കും അറിയാം. R⁴/4. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ R⁴/4. R² ക്യാൻസലായി, R²/2. അപ്പോൾ ഈ ആക്സസിനെ ബേസ് ചെയ്ത്, അതായത് ഈ ആക്സസിനെ ബേസ് ചെയ്ത് ഇങ്ങനെ റിവോൾവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. mr²/2 ആണ്. ആരാണെങ്കിലാണ്? തിക്ക് റോഡ് ഓർ സോളിഡ് സിലിണ്ടർ. ഇതേ റിസൾട്ട് നമുക്ക് ഹോളോ സിലിണ്ടറിന് ചെയ്താൽ നിങ്ങളൊന്ന് ഗസ് ചെയ്യൂ, എന്തായിരിക്കും ആൻസർ? ഹോളോ സിലിണ്ടറിനാണെങ്കിൽ, സോളിഡ് സിലിണ്ടറിന് പകരം ഹോളോ സിലിണ്ടറിനാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? സോളിഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഡിസ്കുകളെ മുറിച്ചുണ്ടാക്കിയതാണ്. ഡിസ്കിൻ്റെ mr²/2 ആണ്, ഇവിടെ mr²/2 ആണ്. അപ്പോൾ ഹോളോ സിലിണ്ടറിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹോളോ സിലിണ്ടർ എന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ നിറയെ റിങ്ങുകളല്ലേ കിട്ടുക. ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഈസ് mr². അപ്പോൾ ഹോളോ സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? എബൌട്ട് ജോമെട്രിക്കൽ ആക്സിസ്. യെസ്, കമൻറ്റ് ചെയ്യൂ. mr². അപ്പോൾ സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ mr²/2, ഹോളോ സിലിണ്ടർ ആണെങ്കിൽ mr². ഞാൻ ഡെറിവേഷൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് തിക്ക് റോഡ് ഓർ സിലിണ്ടർ എബൌട്ട് ഇക്വിറ്റോറിയൽ ആക്സിസ്. നമ്മൾ നേരത്തെ ജോമെട്രിക്കൽ ആക്സിസ് അല്ലേ പറഞ്ഞത്, ഇനി നമ്മൾ ഇക്വിറ്റോറിയൽ ആക്സിസ് പറയുന്നു. അപ്പോൾ സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, ഏതാണ് സാർ ആക്സിസ്? കാരണം മെനി പോസിബിലിറ്റീസാണ്. നമ്മളിവിടെ രണ്ടെണ്ണമാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഒരെണ്ണം നമ്മൾ ജോമെട്രിക്കൽ ആക്സിസ് പറഞ്ഞു, ദെൻ ഇക്വിറ്റോറിയൽ ആക്സിസ് പറയാൻ പോകുന്നു. വേറെ ഏതെങ്കിലും ആക്സിസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രൊസീജിയർ അപ്ലൈ ചെയ്യണം നമ്മൾ, ലൈക്ക് പാരലൽ ആക്സിസ് തിയറോ. അല്ലാതെയും വേറെയും പ്രൊസീജിയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത പ്രൊസീജിയേഴ്സ് വേറെ ഉണ്ട് കേട്ടോ.
ഓക്കെ, നോക്കൂ ഇവിടെ ഇതാണ് നമ്മുടെ ആക്സിസ്, ഇക്വിറ്റോറിയൽ ആക്സിസ്. ഇതിനെ ബേസ് ചെയ്താണ് കറങ്ങുന്നത്, ഇങ്ങനെ കറങ്ങുന്നു, അതായത് റോഡ് ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഒരു ഡിസ്ക് എന്ന് പറയുമ്പോൾ, ഒരു സോളിഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഡിസ്ക്. നോക്കൂ, എന്താ ഒരു ഡിസ്ക്, ഇതുപോലെ കുറേ ഡിസ്കുകൾ ചേർന്നാണല്ലോ ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ടായിട്ടുള്ളത്. മെഡിക്കൽ സ്റ്റുഡൻസ് അതിൻ്റെ ആ റിസൾട്ട് അങ്ങ് ഓർമ്മിച്ച് വെച്ചോളൂ. ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷനാണ് I/mr²/4 + ml²/12. mr²/4 + ml²/12 സോളിഡ് സിലിണ്ടറിന്. കേട്ടോ, എഞ്ചിനീയറിംഗ് മാത്സ് സ്റ്റുഡൻസ് ആ ഡെറിവേഷൻ പ്രൊസീജിയർ പഠിക്കണം. കാരണം അവർക്ക് വേറെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതൊരു സപ്പോർട്ടാണ്, അതുകൊണ്ട് പഠിക്കണം കേട്ടോ. ഇയാളുടെ മാസ് നമ്മളൊരു കാര്യം ചെയ്തു, DM എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ആ മാസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? നമ്മുടെ സ്ഥിരം പ്രൊസീജിയർ ഉണ്ട്, ആകെയുള്ള മാസ് ബൈ ആകെയുള്ള ലെങ്ത് ഇൻറ്റു റിക്വയർഡ് ലെങ്ത്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു റിക്വയർഡ് ലെങ്ത്, ദാറ്റ് ഈസ് ലീനിയർ ഡെൻസിറ്റി ഇൻറ്റു റിക്വയർഡ് ലെങ്ത്. ക്ലിയർ അല്ലേ? ഇനി ആ എലമെൻറ്റിൻ്റെ മാസ്, ആ എലമെൻ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് എലമെൻറ്റ് ഈസ് എ ഡിസ്ക്, ആ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് കാണേണ്ടത്. ഓക്കെ, ആ ഡിസ്ക് റിവോൾവ് ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ഡിസ്റ്റൻസ് അകലല്ലേ കറങ്ങുന്നത്. ആ എക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സ് ഡിസ്റ്റൻസ് അകലല്ലേ കറങ്ങുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള പ്രൊസീജിയർ എന്താ? ഈ ആക്സിസിൽ റിവോൾവ് ചെയ്തിരുന്നെങ്കിൽ, ഡിസ്ക് ആ ആക്സിസിൽ റിവോൾവ് ചെയ്തിരുന്നെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? ഇത് ഈ ആക്സിസ് എന്ന് പറയുമ്പോൾ, ആ ഡിസ്കിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഈ ആക്സിസ് എന്ന് പറയുമ്പോൾ ആരാ? ഡയമീറ്റർ അല്ലേ? ഡയമീറ്ററിനെ ബേസ് ചെയ്ത് കറങ്ങിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr²/4 അല്ലേ? ഇവിടെ DM മാസ് ആയതുകൊണ്ട് DM × r²/4. അപ്പോൾ ആ എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ DM × r²/4. അതെങ്ങനെയാണ് വന്നത് മനസ്സിലായോ? ഡിസ്ക് തൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസ്, അതായത് ഇവിടെ ഡയമീറ്റർ, ആ ഡയമെട്രിക്കൽ ആക്സിസിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്തിരുന്നെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താകുമായിരുന്നു? DM × r²/4 ആകുമായിരുന്നു. പക്ഷേ ഇവിടെ റിവോൾവ് ചെയ്തത് അതുമായി കിടക്കുന്ന പാരലൽ ആക്സിസിനെ ബേസ് ചെയ്താണ്. അപ്പോൾ പാരലൽ ആക്സിസ് ഹിയർ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്തുകൂടെ വേണം? പ്ലസ് എന്തുകൂടെ എടുക്കണം? DM × എന്തുകൂടെ എടുക്കണം? DM × x², where x is the perpendicular distance between these two axes, that is x. അതാണ് ഈ സ്റ്റെപ്പ്. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 0 എടുക്കുകയാണെങ്കിൽ ഇത് ഏത് വരെ പോവും? L/2 വരെ പോവും. അപ്പോൾ ഈ പാർട്ടിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആദ്യം കാണാം. അത് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഈ പാർട്ട് കൂടെ വേണ്ടേ? അപ്പോൾ × 2 എടുത്താൽ പോരെ. അപ്പോൾ നമ്മൾ ആദ്യമേ ഇവിടെ 2 കൊണ്ടുവന്നു, 2 ടൈംസ്. എന്തുകൊണ്ടാണ് 2 ടൈംസ്? രണ്ട് സൈഡിലോട്ടും ഉണ്ട്. ലിമിറ്റ് ഒന്നുകിൽ നിങ്ങൾ -L/2 ടു +L/2 കൊടുക്കണം. അപ്പോൾ പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 0 to L/2 ലിമിറ്റ് ഉണ്ടോ? I = ഇൻ്റഗ്രൽ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to L/2 ആണ് ലിമിറ്റ്. L/2 ആണ് ലിമിറ്റ്. ദെൻ ഈ ടേം ഇവിടേക്ക് കൊണ്ടുവരണം. DM × r²/4 + DM × x². ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. DM-ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, m/L × dx × r²/4 + m/L × dx × x². കോൺസ്റ്റൻ്റായ ടേമുകളെ നമ്മൾ പുറത്തെടുത്തു. ഇതിൽ നമുക്ക് കോൺസ്റ്റൻ്റായി വരുന്ന mr²/12 വരുന്നുണ്ട്. dx-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് L/2. അതുപോലെ ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x² dx ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് x³ വരുന്നു. 2 പുറത്തുണ്ട്, ആ 2 അവിടെ വരുന്നു. അപ്പോൾ 2m/L × x³ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് L/2. ദെൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു, സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് എല്ലാവരും നോക്കൂ. എന്താണ് ഫൈനൽ റിസൾട്ട്? ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I is equal to mr²/4 പ്ലസ് ml²/12. അതായത് ഡിസ്കിൻ്റെയും റോഡിൻ്റെയും കോമ്പിനേഷൻ പോലെ അല്ലേ? mr²/4 + ml²/12. ഇതാണ് ഏത് സിലിണ്ടർ ആണെങ്കിൽ വരുന്ന കേസ്, സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ വരുന്ന കേസ്.
ഇതേ റിസൾട്ട് നിങ്ങൾ ഹോളോ സിലിണ്ടറിന് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട് വരിക? സെയിം മാസുള്ള ഹോളോ സിലിണ്ടർ, ചെറിയൊരു വ്യത്യാസം വരും. mr²/4 പകരം അവിടെ mr²/2 ആവും. ഇതേ കാര്യം നമ്മൾ ഹോളോ സിലിണ്ടറിനാണ് ചെയ്യുന്നതെങ്കിൽ ഹോളോ സിലിണ്ടർ mr²/4 പകരം mr²/2 പ്ലസ് ബാക്കി മാറ്റമില്ല ml²/12. ലെങ്ത് എന്ന് പറയുമ്പോൾ L ലെങ്ത് ഉണ്ട്, അപ്പോൾ ml²/12 തന്നെ വരും കേട്ടോ. അപ്പോൾ റിങ്ങും ഹോളോ സിലിണ്ടറും കൂടെ കമ്പയർ ചെയ്യാം, ഡിസ്കും സോളിഡ് സിലിണ്ടറും കൂടെ കമ്പയർ ചെയ്യാം. റിസൾട്ടുകളെല്ലാം ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്ഫിയർ സോളിഡ് സ്ഫിയർ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഹോളോ സ്ഫിയറും പറഞ്ഞുതരാം കേട്ടോ. സോളിഡ് സ്ഫിയർ, അപ്പോൾ ഇതാണ് നമ്മുടെ സോളിഡ് സ്ഫിയർ. നമുക്ക് ആക്സിസ് വേണ്ടത് എബൌട്ട് എനി ഡയമീറ്റർ, സെൻറ്ററിലൂടെ പോകുന്നു, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ഡയമീറ്ററിനെ ബേസ് ചെയ്ത് കറങ്ങുന്നു, സ്ഫിയർ കറങ്ങുന്നു എബൌട്ട് ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറാണ് നമ്മൾ പറയാൻ പോകുന്നത്. റിസൾട്ട് എല്ലാവരും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നോളൂ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സ്ഫിയർ 2/5 mr² ആണ്. 2/5 mr². ഇതാ കിടക്കുന്നു. അപ്പോൾ ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ, റിസൾട്ട് ഇതാണ് 2/5 mr². റിങ്ങിന് mr², ഡിസ്കിന് mr²/2, സോളിഡ് സിലിണ്ടറിന് mr²/2, ഹോളോ സിലിണ്ടറിന് mr², റോഡിന് ml²/12. ഇതാ ഇപ്പോൾ നമ്മൾ പറയുന്നത് സോളിഡ് സ്ഫിയർ എബൌട്ട് എനി ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്യട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഡയമീറ്റർ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. എബൌട്ട് എനി ഡയമീറ്റർ. ഞാൻ എടുക്കുന്നത് ഇതാണ് ആക്സിസ് എന്ന് വിചാരിച്ചോളൂ, ഇങ്ങനെയാണ് എടുത്തത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ആദ്യമേ ചെയ്യേണ്ടത് സെയിം പ്രൊസീജിയർ തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ എ സ്ഫിയർ ഓഫ് മാസ് m, റേഡിയസ് r. നമുക്കറിയാം. റൊട്ടേറ്റിംഗ് എബൌട്ട് എനി ഡയമീറ്റർ, ചൂസ് എൻ എലമെൻറ്റ് ഇൻ ദ ഫോം ഓഫ് എ ഡിസ്ക്. അതായത് നിങ്ങളിതിനെങ്ങനെ കട്ട് ചെയ്തെടുത്താൽ കുറേ ഡിസ്കുകളല്ലേ കിട്ടുക, ഡിഫറെൻറ്റ് റേഡിയസ് ഉള്ള ഡിസ്കുകളല്ലേ കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്ക് എടുക്കൂ. ദാറ്റ് ഡിസ്ക് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? എക്സ് ഫ്രം ദ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലുള്ള ഒരു ഡിസ്ക് എടുത്തു. ആ ഡിസ്കിൻ്റെ തിക്നെസ് dx ആണ്. അപ്പോൾ അതിൻ്റെ മാസ് എത്രയാണ് വരുന്നത്? മാസ് dm ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോള്യം. m ബൈ, നോക്കൂ ആ പ്രൊസീജിയർ നോക്കൂ, dm ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോള്യം 4/3 pi r³. r ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഇൻറ്റു, ഇനിയുള്ള സ്റ്റെപ്പാണേ നോക്കൂ, ആ ഡിസ്കിൻ്റെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അയാളുടെ വോള്യം മാത്രം വേണം. ദാറ്റ് ഈസ് πr² ഇൻറ്റു dx. എങ്ങനെയത് πr² dx വന്നത്? നമ്മളെടുത്തിരിക്കുന്ന ഈ ഡിസ്ക് ഉണ്ടല്ലോ, ആ ഡിസ്കിൻ്റെ റേഡിയസ് r ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും πr² എന്ന് വരും. അതിൻ്റെ തിക്നെസ് അവർ dx എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ πr² dx സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ് അല്ലേ വോള്യമായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്തു? മാസ് പെർ യൂണിറ്റ് വോള്യം ഇൻറ്റു വോള്യം ഓഫ് ദാറ്റ് ഡിസ്ക്, ദാറ്റ് ഈസ് πr² dx. അപ്പോൾ നമുക്ക് 3m/4 r³ ഇൻറ്റു r² dx എന്ന് കിട്ടും. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചോളൂ. dm എന്ന് പറയുമ്പോൾ 3m/4 r³ ഇൻറ്റു r² dx. അതെന്താണെന്ന് ക്ലിയർ ആയല്ലോ. നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു? ആ സ്ഫിയർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് റേഡിയസ് ഉള്ള കുറേ ഡിസ്കുകളെ ചേർത്ത് വെച്ചാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, നമ്മൾ സ്ഫിയർ ഉണ്ടാക്കിയതെന്ന് അസ്യൂം ചെയ്തു. അതിൽ ഒരു പർട്ടിക്കുലർ ഡിസ്ക്, അതിൻ്റെ റേഡിയസ് r ആണ്, അയാളുടെ തിക്നെസ് dx ആണ്, അയാളുടെ മാസാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്നൊരു കാര്യം എഴുതാം. ഈ r-ന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. r² ഈസ് ഈക്വൽ ടു r² മൈനസ് x². സിംപ്ലി ജോമെട്രി ഉപയോഗിച്ചതാണ്. അതായത് ഈ ഡിസ്റ്റൻസ് ആരാണ്? x എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം r ആണ്. ഈ ഡിസ്റ്റൻസ് സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ r² ഈസ് ഈക്വൽ ടു x² പ്ലസ് r² എന്നല്ലേ വരുന്നത്, പൈത്തഗോറസ് തിയറം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ r² ഈസ് ഈക്വൽ r² മൈനസ് x² എന്ന് കൊടുത്തു. ദെൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് എലമെൻറ്റ് എബൌട്ട് ആക്സിസ് ഷോൺ. ഇനി അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് പറയുന്നത്. അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ di എന്നെടുത്തു.
ഡി ഐ ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാം? ഇയാളുടെ മാസം എത്രയാണ്? ഡി എം ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം, ആർ സ്ക്വയർ ബൈ 2. ഓക്കെ, ഡിസ്ക് ആണല്ലോ, അപ്പോൾ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ആണ് എം ആർ സ്ക്വയർ ബൈ ഡി എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 വരുന്നു. ഇനി നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ഡി എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതിലൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആക്സിസ് എങ്കിൽ നിങ്ങൾ ഈ പാർട്ടിൻ്റെ കാണുന്നു, അതുകൊണ്ടാണ് ഇവിടെ 2 ടൈംസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 ടൈംസ് ഡി എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 വരുന്നു. അപ്പോൾ 0 to r ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ ആറിൻ്റെ വാല്യൂ ഏത് മുതൽ ഏത് വരെ പോകുന്നുണ്ട്? ഈ പോയിന്റിൽ സ്മോൾ ആറിൻ്റെ വാല്യൂ 0യും ഇങ്ങോട്ട് വരുമ്പോൾ ക്യാപിറ്റൽ ആർ വരെ പോകുന്നുണ്ട്. അപ്പോൾ 0 to r ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ ബാക്കി നിങ്ങൾ ചെയ്യണം കേട്ടോ. r⁴ dx വന്നു. അതിൽ സ്മോൾ ആറിന് പകരം നമ്മൾ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് 0 to r ലിമിറ്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു എബൌട്ട് എനി ഡയമീറ്റർ ഈസ് 2/5 mr സ്ക്വയർ. എബൌട്ട് എനി ഡയമീറ്റർ. ഓക്കെ, ഇനി ഇതിലിപ്പോൾ നിങ്ങളോട് വേറൊരു ആക്സിസ് ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, അതായത് ഇതാണ് ആക്സിസ് വിചാരിച്ചോളൂ. ഈ ആക്സിസിൽ റിവോൾവ് ചെയ്തിരുന്നെങ്കിൽ, അതായത് ടാൻജൻഷ്യൽ ആക്സിസിൽ റിവോൾവ് ചെയ്തിരുന്നെങ്കിൽ വാട്ട് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? ഇപ്പോൾ ടാൻജൻഷ്യൽ ആക്സിസ് ആണെങ്കിൽ IT എന്ന് എഴുതാം. IT ഈസ് ഈക്വൽ ടു എന്തെഴുതേണ്ടി വരും? 2/5 mr സ്ക്വയർ ആണ് സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. പ്ലസ് എന്തുകൂടെ എടുക്കണം? ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അകലത്തിൻ്റെ സ്ക്വയർ എടുക്കണം, mr സ്ക്വയർ. അപ്പോൾ നമുക്ക് 2/5 + 1 7/5 mr സ്ക്വയർ എന്ന് വരും. അപ്പോൾ 7/5 mr സ്ക്വയർ ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സ്ഫിയർ എബൌട്ട് എനി ടാൻജൻഷ്യൽ ആക്സിസ്. നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന 2/5 mr സ്ക്വയർ ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്? ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്? എബൌട്ട് എനി ഡയമീറ്റർ കേട്ടോ. ഇനി ഒരാളെ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഷെല്ല്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ ഷെല്ലാണെങ്കിൽ, അതായത് തിക്നെസ് വളരെ കുറവുള്ള ഷെല്ലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ. എബൌട്ട് എനി ഡയമീറ്റർ I ഈക്വൽ ടു 2/3 mr സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് സോളിഡ് സ്ഫിയർ ചെയ്തതുപോലെ തന്നെ ചെയ്യാൻ കഴിയും. നിങ്ങളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. യെസ്, ഇപ്പം നമുക്ക് പ്രോബ്ലംസിലേക്കുള്ള അത്യാവശ്യമുള്ള ആളുകളുടെ എല്ലാവരുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ടുണ്ട്. നമ്മുടെ NCERT ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക്. തിൻ സർക്കുലാർ റിംഗ് ഓഫ് റേഡിയസ് ആർ. ഏത് ആക്സിസിനെ ബേസ് ചെയ്ത്? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അറ്റ് ദ സെൻറ്റർ. നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞതാണ് mr സ്ക്വയർ. ഇത് മാത്രമല്ല, നമ്മൾ ഏതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? ഇതിപ്പോൾ നമുക്കറിയാം ഏതാണ് ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ് mr സ്ക്വയർ. നമ്മൾ ഡയമീറ്റർ പഠിപ്പിച്ചിട്ടുണ്ട്, എബൌട്ട് ഡയമീറ്റർ പഠിപ്പിച്ചിട്ടുണ്ട്, എബൌട്ട് ടാൻജൻറ്റ് 2 പഠിപ്പിച്ചിട്ടുണ്ട്, ഇൻ ദ പ്ലെയിനും പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനും. അതിന് നമ്മൾ തിയറംസ് യൂസ് ചെയ്തു. ഇതുപോലെ ഡിസ്ക് ആണെങ്കിലോ തിൻ സർക്കുലാർ റിങ് തന്നെ എബൌട്ട് ഡയമീറ്റർ ആണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നു mr സ്ക്വയർ ബൈ 2. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ തിൻ റോഡ് ഓഫ് ലെങ്ത് L പെർപെൻഡിക്കുലർ ടു ദ റോഡ് അറ്റ് ദ മിഡ് പോയിന്റ് ml സ്ക്വയർ ബൈ 12 പറഞ്ഞു തന്നിട്ടുണ്ട്. 1 end ആണെങ്കിൽ എത്രയാണ്? ml സ്ക്വയർ ബൈ 3. ദെൻ ഡിസ്കിലോട്ട് വരുമ്പോൾ പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക് അറ്റ് ദ സെൻറ്റർ ആണെങ്കിൽ mr സ്ക്വയർ ബൈ 2. റിങ്ങിനെ പോലെ തന്നെ അതേ ആക്സിസിൽ mr സ്ക്വയർ ബൈ 2. ഇതും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, NCERT ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റയാണ് കേട്ടോ. ഓക്കെ, സർക്കുലാർ ഡിസ്ക് ഓഫ് റേഡിയസ് R എബൌട്ട് ഡയമീറ്റർ നമുക്ക് mr സ്ക്വയർ ബൈ 4. ഹോളോ സിലിണ്ടർ ആണ്, ആക്സിസ് ഓഫ് സിലിണ്ടർ ആണ് mr സ്ക്വയർ. റിങ്ങിനെ ഓർമ്മിച്ചോളാം, ഞാൻ പറഞ്ഞിരുന്നു. ഇക്വിറ്റോറിയൽ ആക്സിസ് ആണെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോളിഡ് സിലിണ്ടർ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ mr സ്ക്വയർ ബൈ 2. ഇത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഈ ആക്സിസ് ആണെങ്കിലുള്ള ഇക്വേഷൻ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ mr സ്ക്വയർ ബൈ 4 പ്ലസ് ml സ്ക്വയർ ബൈ 12. ഹോളോ ആണെങ്കിൽ mr സ്ക്വയർ ബൈ 2 പ്ലസ് ml സ്ക്വയർ ബൈ 12. ദെൻ ഫൈനലി സോളിഡ് സ്ഫിയർ 2/5 mr സ്ക്വയർ. 2/5 എബൌട്ട് എനി
ഡയമീറ്റർ. അത് ഹോളോസ്ഫിയർ ആണെങ്കിലോ 2/3 mr². ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല തറവായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്കിതെല്ലാം ലിങ്ക് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് വേണം. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ മെമ്മറിയിലേക്ക് അതിങ്ങനെ വരണം. ഓരോ ആക്സിസുകൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. എന്നാലേ ക്വിക്കായിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് മാസും ടോർക്കും ആംഗുലാർ മൊമെൻറ്റും എല്ലാം വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസിലേക്ക് വരാം. കാരണം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടിയാലേ നമുക്ക് പല പ്രോബ്ലംസും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാം ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.